സാംസങ്ങിൻ്റെ A03 കോർ എന്ന് പറഞ്ഞ മൊബൈൽ ഫോണിൽ എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം. നമുക്ക് തന്നെ ഇത് ഈസി ആയിട്ട് ഹാർഡ് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഈ വീഡിയോയിൽ. സാധാരണ ഇത് ചെയ്യാറ് ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് മറന്നു പോയാലൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഈ ഫോണ് ആദ്യം പവർ ഓഫ് ചെയ്യണം. ഇവിടെ കാണുന്ന ഈ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പവർ ഓഫ് എന്ന് വരണതിൻ്റെ റെഡ് കളറായിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓഫാക്കുക. ഇത് ഓഫാക്കിയിട്ടാണ് നമ്മൾ ഹാർഡ് റീസെറ്റ് ചെയ്യൽ. അപ്പോൾ അതെങ്ങനെയെന്നാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് പവർ ഓഫ് എന്ന ഈ ബട്ടന്, അതുപോലെ വോയിസ് കൂട്ടണ ബട്ടൺ, ഈ ബട്ടനും കൂടി ഒരേ ടൈമിൽ പ്രസ് ചെയ്യണം. ഒരേ ടൈമിൽ അതിന് ഞെക്കി പിടിക്കണം. ഓക്കെ, രണ്ടും കൂടി ഒരേ ടൈമിലാവണം. ഒരേ ടൈമിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സാംസങ് എന്ന് കാണിച്ച ഉടനെ പവർ ബട്ടണിലുള്ള വിരൽ മാറ്റണം. അതിനുശേഷം വോയിസ് കൂട്ടുന്ന ബട്ടണിലുള്ള വിരൽ അതേപോലെ തന്നെ അവിടെ തന്നെ വെക്കണം. ലേശം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞ് വരുന്ന നമ്മൾ എടുക്കുന്ന സെറ്റിങ്സുകളാണ് ഇതെല്ലാം. ഇവിടെ ഹാർഡ് റീസെറ്റ് ചെയ്യുക ഓപ്ഷനുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു വോയിസ് കുറക്കണ ബട്ടൺ, വോയിസ് കൂട്ടുന്ന ബട്ടൺ വീണ് ഇതിൻ്റെ കളികളെല്ലാം കിടക്കുന്നത്. ഇവിടെ വൈബ് ഡാറ്റ ഫാക്ടർ റീസെറ്റ് എന്നുള്ള ഓപ്ഷന് തിരഞ്ഞെടുക്കുക. ഓക്കെ, വോയിസ് കൂട്ടുന്ന ബട്ടണിൽ മേലോട്ട് പോവും, കുറക്കണ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വരും. അതിൽ നിങ്ങൾ വൈബ് ഡാറ്റ ഫാക്ടർ റീസെറ്റ് എന്നുള്ളതിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത അടുത്ത ഓപ്ഷനും കാണിച്ചു തരും. ഒരു ക്യാൻസൽ എന്നായിരിക്കും ഫസ്റ്റ് വരിക. അതിൽ പവർ ബട്ടൺ കുറക്കണ ബട്ടണിൽ അത് ഇട്ടതിന് ശേഷം ഫാക്ടർ റീസെറ്റ് എന്നുള്ളതിൽ ഇട്ടതിന് ശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്തത് റീബൂട്ട് സിസ്റ്റം എന്നുള്ളതിൽ വരുമ്പോൾ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഹാർഡ് റീസെറ്റ് അതിനുള്ളത് അത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ട് ആൻഡ്രോയിഡ് ഫോൺ ഓണായി വരുന്നുണ്ട്. ഹാർഡ് റീസെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യണം. എന്നാലേ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ വരുള്ളൂ. വൈഫൈ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ ഓണായി കിട്ടൂല. വൈഫൈ കണക്റ്റ് ആക്കുകയാണ് ഞാൻ. ഇപ്പോൾ സൈഡിൽ കാണാൻ നെക്സ്റ്റ് ബട്ടൺ വന്നു. കണക്റ്റിംഗ് ഫോർ അപ്ഡേറ്റ് ചെക്ക് ഇൻ ഫോർ അപ്ഡേറ്റ് ആണ്. ഫോൺ റെഡിയായി വരുന്നുണ്ട്. അടുത്ത ഓപ്ഷനൊക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഡോൺ ടു കോപ്പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു പിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളതിൽ മുൻപ് കൊടുത്തിട്ടുള്ള ആ പിന്നുണ്ടല്ലോ, ലോക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്, അത് ഇവിടെ കൊടുക്കണം. കൊടുത്താലേ ഈ ഫോൺ ഓണായി വരുള്ളൂ. എനിക്കൊരു മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, അപ്പോൾ മുമ്പ് കൊടുത്ത ഇതായിരുന്നു എനിക്ക് ഓർമ്മ ഇല്ലാതെ, അപ്പോൾ സ്വീകരിക്കണില്ല. ഓർമ്മ വന്നപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഇത് ഓണായി വന്നു. ചെക്ക് ഇൻഫോ എന്നാണ് കാണിക്കുന്നത്. ലേശം നേരം വെയിറ്റ് ചെയ്യൂ. ഇവിടെ സ്കിപ്പ് കൊടുക്കുക. സ്കിപ്പ് അടുത്ത മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് കൊടുക്കുക. സ്കിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെയും ഫോൺ
ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. ഇവിടെയും സ്കിപ്പ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ കാണാൻ നെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഫിനിഷ് ആയി. ഇപ്പോൾ ഫോൺ ഓണായി. ഹാർഡ് റീസെറ്റ് ചെയ്ത് ഫോണിൽ ഒരു ഇമേജോ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ഹാർഡ് റീസെറ്റ് ആയത് ഫുള്ള് പോയിട്ടുണ്ടാവും. ക്ലീനായി ഒരു പുതിയ മൊബൈൽ ഫോണായി ഇപ്പോൾ കിട്ടി. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.